എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, എപ്പോഴും കുട്ടികൾക്ക് ഈ സം ബേസിക് കോൺസെപ്റ്റ്സിലെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ ടെൻഷൻ കാണിക്കുന്ന കുട്ടികളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഒരൊറ്റ ചോദ്യം വരും, വി ആർ ടോക്കിംഗ് അബൌട്ട് കമ്പസ്റ്റൻ ഓഫ് മീത്തേൻ അല്ലേ. സോ ഇറ്റ് ഈസ് CH4 + O2. വലിയ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന മിടുക്കന്മാർ പലരും ഈ എലമെൻ്ററി ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റിക്കാറുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. ഹായ് മക്കളെ, വിവിധങ്ങളായിട്ടുള്ള എൻട്രൻസ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കും സ്വാഗതം. പ്രൊഫസർ PC തോമസ് ആൻഡ് ചൈതന്യ ക്ലാസ്സസിൻ്റെ കീം പേപ്പർ ഡിസ്കഷനാണ്. കീം 2025 കഴിഞ്ഞ വർഷം നടന്ന പരീക്ഷയുടെ കെമിസ്ട്രി പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇന്ന് ആരംഭിക്കുന്നത്. ഓരോ ചാപ്റ്റർ വൈസായിട്ട് നമ്മളതിൻ്റെ ചോദ്യങ്ങളെല്ലാം PYQs എല്ലാം വിശദമായിട്ട് ഈ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. റൈറ്റ്, വളരെ സിമ്പിളായിട്ടുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. എന്നാൽ ഇടയ്ക്ക് 1-2 ചോദ്യങ്ങൾ കുറച്ചൊക്കെ ചില ചാപ്റ്ററിൽ നിന്ന് മാത്രം കിട്ടും. നോർമലി വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് കീം. ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇതുവരെ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാൽ നടക്കുമോ എന്ന് ചോദിച്ചാൽ, കീം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല. നിങ്ങൾ അത്യാവശ്യം മനസ്സിരുത്തി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു സ്കോറ് കീമിൽ നേടിയെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലും മറ്റ് വ്യത്യസ്തങ്ങളായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളിലും പഠിക്കുന്നവരും അതുപോലെ കോച്ചിങ്ങിന് പോകാത്ത കുറേ കുട്ടികളുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലായിരിക്കും നമ്മളിവിടെ ഈ ക്ലാസ്സുകൾ സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ചാപ്റ്റർ വൈസായിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിൻ്റെ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഓരോ ചാപ്റ്റർ വൈസായിട്ടായിരിക്കും നമ്മളിവിടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് 1-2 കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. നോക്കാം, ഒരു ഫൈനൽ സ്പ്രിൻറ്റ്, കീം എക്സാമിനായിട്ടുള്ള ഒരു ഫൈനൽ സ്പ്രിൻറ്റ് എന്ന നിലയ്ക്ക് ഒരു പ്രിപ്പറേഷന്, കുട്ടികൾക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായിക്കാനുള്ള പുതിയ ബാച്ചുകളെ കുറിച്ച് ഒരു അനൗൺസ്മെൻ്റ് ആണ്. CBSE പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഫസ്റ്റ് ക്ലാസ് ഓഫ് ബാച്ചസ് നമ്മൾ മാർച്ച് 13-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേസമയം സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രീം ഓഫ് ബാച്ചസ്, അപ്പോൾ അത് ബാച്ച് 1 കാറ്റഗറിയിലാണ് വരുന്നത്, ഇത് ബാച്ച് 2 കാറ്റഗറിയിലാണ് വരുന്നത്. അത് സ്റ്റേറ്റ് സിലബസിന് പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് കീം പ്രിപ്പറേഷനായിട്ടുള്ള ബാച്ചസിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 18-നായിരിക്കും. ഇപ്പോൾ CBSE സ്റ്റുഡൻസിനുള്ള ക്ലാസ് ഓഫ് ബാച്ചസ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നു. അത് മാർച്ച് 13-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും. മറ്റേത് മാർച്ച് 18-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളുടെ സ്ട്രീം ഓഫ് ബാച്ചസ്. അപ്പോൾ 2 കാറ്റഗറി ആയിട്ടാണ് കേട്ടോ, ബാച്ച് 1 കാറ്റഗറിയും ബാച്ച് 2 കാറ്റഗറിയും. അപ്പോൾ ഇതിലേക്കായിട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ആ കാണിച്ചിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. യു വിൽ ഗെറ്റ് എ ഡീറ്റെയിൽഡ് ഐഡിയ എങ്ങനെയാണ് ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സിലബസ് തരുന്നതായിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾ തരുന്നതായിരിക്കും. ഓരോ ദിവസവും ഏതൊക്കെ ചാപ്റ്ററിൻ്റെ റിവിഷൻ എങ്ങനെയാണ് പോകുന്നത്, ഓരോ വിഷയങ്ങൾക്കും എങ്ങനെയാണ് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, എല്ലാ ദിവസവും ഉണ്ടാകാൻ പോകുന്ന മോക്ക് എക്സാംസിനെ കുറിച്ച്, ഡിസ്കഷൻ ക്ലാസ്സുകളെക്കുറിച്ച്, PYQ ഡിസ്കഷൻ ക്ലാസ്സുകളെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽഡായിട്ട് നിങ്ങൾക്ക് ആ ഷെഡ്യൂളിൽ നിന്ന് ലഭിക്കുകയും കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നിങ്ങളെ ആ നിശ്ചിത സമയത്തിനുള്ളിൽ കീം എക്സാമിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ബന്ധപ്പെടുക കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് നിങ്ങളുടെ ഇത് ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ അതൊന്ന് ഷെയർ ചെയ്യാനും കൂടെ എല്ലാവരും ശ്രമിക്കുക കേട്ടോ. ലെറ്റ് ദം മേക്ക് യൂസ് ഓഫ് എവരിബഡി, ലെറ്റ് ദം മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും +1 +2 ട്യൂഷൻ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട് ഓരോ വിഷയത്തിൻ്റെയും ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, സുവോളജി, ബോട്ടണി ഓരോ വിഷയങ്ങളുടെയും അതുപോലെ +2 അത് ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസ്,
നമ്മുടെ ആപ്പിലും അതുപോലെ സൈറ്റുകളിലും ലഭ്യമാണ്. അതും എല്ലാവർക്കും വിനിയോഗിക്കാവുന്നതാണ്. വളരെ കോംപ്രഹെൻസീവ് കവറേജ് ഉള്ളതും അതുപോലെ വളരെ ഷോർട്ടായിട്ടുള്ള ഓരോ ചാപ്റ്ററിൻ്റെ വൺ ഷോട്ട് വീഡിയോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ട്യൂഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും സ്കൂൾ പഠനത്തിൻ്റെ ആവശ്യങ്ങൾ നോക്കൂ. ആശയങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാലല്ലേ സ്കൂൾ എക്സാമിനാണെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിലും കൃത്യമായ ആശയം നമ്മൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കത് നല്ല രീതിയിൽ സ്കോർ ചെയ്യുക. അഫ്കോഴ്സ് പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യണം, ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യണം. ക്വസ്റ്റ്യൻസിൻ്റെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആശയം നന്നായിട്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതിന് പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭ്യമായിരിക്കും കേട്ടോ. അതും എല്ലാവരും വിനിയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരിട്ട് ഡിസ്കഷനിലേക്ക് പോവുകയാണ്. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഡിസ്കഷനാണ് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നാമത്തെ ചാപ്റ്റർ, കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഒരുപക്ഷെ പഠിച്ചു തുടങ്ങിയ കാലഘട്ടങ്ങളിൽ, +1 തുടങ്ങിയ കാലഘട്ടങ്ങളിൽ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരിക്കും. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ആ ലേറ്റർ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ കീം എക്സാമിന് വന്ന ചാപ്റ്റർ 1 സം ബേസിക് കോൺസെപ്റ്റ്സിലെ ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. റൈറ്റ്, നോക്കാം. ഏകദേശം 5-6 ചോദ്യങ്ങളെ നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് ലഭ്യമായിട്ടുള്ളൂ കേട്ടോ. 5-6 ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 6 സെഷൻ നടന്ന പരീക്ഷയിൽ 6 ചോദ്യങ്ങൾ അത്രമാത്രം തന്നെ അതിൽ നിന്ന്. അപ്പോൾ ആവറേജ് ഒരു പരീക്ഷയ്ക്ക്, അത് സ്ഥിരം നമുക്ക് ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസ് എടുത്താലും നമുക്ക് പറയാൻ സാധിക്കും സം ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന്. ഇപ്പോൾ എപ്പോഴും ഞാൻ ക്ലാസ്സിൽ പറയുന്നതാണ്, എപ്പോഴും കുട്ടികൾക്ക് ഈ സം ബേസിക് കോൺസെപ്റ്റ്സിലെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ ടെൻഷൻ കാണിക്കുന്ന കുട്ടികളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഒരൊറ്റ ചോദ്യം വരാം. ഏത് പരീക്ഷ എടുത്താലും സം ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് ഒരു ചോദ്യമാണ് വരിക. അത് മിക്കവാറും ലളിതമായിട്ടുള്ള ചോദ്യമായിരിക്കും, വളരെ അപൂർവമായിട്ടുള്ള ഒരു ടഫ് ക്വസ്റ്റ്യൻ വന്നേക്കാം. അത്രയേ ഉള്ളൂ. എന്തായാലും കീം എക്സാമിന് സം ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അത് വിശദമായിട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. ഓരോ ചോദ്യങ്ങളും പരിചയപ്പെടുമ്പോൾ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പഠിക്കേണ്ടത് ആ ഒരു ചോദ്യമല്ല, ആ ഒരു ചോദ്യത്തിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഏത് ടോപ്പിക്, ഏത് ഭാഗം, ഏത് കോൺസെപ്റ്റ്, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു ചോദ്യം പഠിക്കുമ്പോൾ അതേപോലെ തന്നെ ഒരു 5-6 ചോദ്യങ്ങളുടെ ഫ്രെയിമിംഗ് വരുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് നിങ്ങൾ ജയിച്ചു എന്ന് തന്നെ ഉറപ്പിക്കാം. പ്രശ്നം നമ്മൾ ഒരു ചോദ്യം മാത്രമായിട്ട് പഠിക്കുമ്പോഴാണ്. ആ ഒരു ചോദ്യത്തെ ആ ഒരു ചോദ്യമായിട്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കരുത്. ഒരു ചോദ്യത്തെ പഠിക്കുമ്പോൾ ആ പാറ്റേണിൽ വരാൻ സാധ്യതയുള്ള വിവിധ വശങ്ങളെക്കുറിച്ച് കൂടെ നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നോക്കൂ, ദ ഡെൻസിറ്റി ഓഫ് 3 മോളാർ അക്വസ് സൊല്യൂഷൻ ഓഫ് എ സൊല്യൂട്ട് എക്സ് 1.86 gram/ml. കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. മൊളാലിറ്റി ഓഫ് സൊല്യൂഷൻ, മോളാർ മാസ് തന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എങ്ങനെ ചെയ്യാം നോക്കൂ. കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റിയാണ്. വാട്ട് ഈസ് മൊളാലിറ്റി? മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ മോൾ പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റിനെയാണ് മൊളാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? 3 മോളാർ അക്വസ് സൊല്യൂഷൻ എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് മെൻ ബൈ 3 മോളാർ? 3 മോളാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മോൾ സൊല്യൂട്ട്, 3 മോൾ സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ എന്നാണ് അർത്ഥം. എല്ലാവർക്കും അറിയാം അല്ലെ. 3 മോളാർ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3 മോൾ സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 3 മോൾ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? മൊളാലിറ്റി. മൊളാലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? മോൾ പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. അതാണ് അല്ലെ. നോക്കൂ, 3 മോൾ സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്നത് 1 ലിറ്റർ സൊല്യൂഷൻ ആണ്. അതിൽ നിന്ന് മാസ് ഓഫ് സോൾവെന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? എല്ലാവർക്കും അറിയാം, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ. ശരിയല്ലേ? വോള്യൂം എത്രയാണ്? 1 ലിറ്റർ. ഡെൻസിറ്റി എത്രയാണ്? 1.86 gram/ml.
റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. സോ മാസ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഇൻറ്റു വോള്യൂം ഓഫ് സൊല്യൂഷൻ. ഡെൻസിറ്റി എത്രയാണോ? 1.86 ഗ്രാം പെർ ml ആണ്. വോള്യൂം എത്രയാണ്? 1 ലിറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 ml. ദിസ് ഈസ് ദ മാസ് ഓഫ് സൊല്യൂഷൻ. ഇത് സൊല്യൂഷന്റെ മാസാണ്. മനസ്സിലായല്ലോ? ഓക്കെ. നമുക്ക് എന്ത് വേണം? സോൾവെന്റിന്റെ മാസ് വേണം. സോൾവെന്റിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് സൊല്യൂഷന്റെ മാസാണ്. Therefore, mass of solvent equal to mass of solution minus mass of solute. സൊല്യൂഷന്റെ മാസ് എത്രയാണ്? ഇതാണ് മാസ് ഓഫ് സൊല്യൂഷൻ. വാട്ട് ഈസ് മാസ് ഓഫ് സൊല്യൂട്ട്? നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 3 മോൾ സൊല്യൂട്ട്. മോളാർ മാസ് 120. കഴിഞ്ഞു. മാസ് ഓഫ് സൊല്യൂട്ട് എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ മാസ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3. മോളാർ മാസ് എത്രയാണ്? 120. റൈറ്റ്. 13 36 360 ഗ്രാം. ഇതാണ് മാസ് ഓഫ് സൊല്യൂട്ട്. റൈറ്റ്. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? മാസ് ഓഫ് സോൾവെന്റ് ആയി. ഇത് എത്രയാണ്? 1860 മൈനസ് 360 അല്ലേ? അപ്പൊ എന്ത് കിട്ടി? 360 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയടാ? 1500 ഗ്രാം. ഇതാണ് മാസ് ഓഫ് സോൾവെന്റ്. റൈറ്റ്. കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. നൗ മൊളാലിറ്റി ഈക്വൽ ടു മോൾ പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ്. നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 3 മോൾ ഡിവൈഡഡ് ബൈ മോൾസ് പെർ അല്ലെ, ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇറ്റ് ഈസ് 1.5. 1500 ഗ്രാംസ് ആണ്. അതിനെ കിലോഗ്രാംസിലേക്ക് മാറ്റിയാൽ 1.5 എന്ന് കിട്ടും അല്ലേ? 3/1.5 യു ഗെറ്റ് 2 മോളാൽ എന്ന് ഉത്തരം കിട്ടും. എവിടെ? ഓപ്ഷൻ 3. 2 മോളാൽ എന്ന ആൻസർ ലഭിക്കും. റൈറ്റ്. എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിക്കാം. കണ്ട് തന്നിരിക്കുന്നത് മൊളാരിറ്റിയാണ്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്, മോളാർ മാസ് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റിയാണ്. മൊളാലിറ്റി എന്ന് വെച്ചാൽ മോൾ പെർ കിലോഗ്രാം ഓഫ് സോൾവെന്റ് ആണ്. 3 മോളാർ എന്ന് വെച്ചാൽ 3 മോൾ സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. അപ്പോൾ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് 3. സോ വോള്യൂം ഓഫ് ദ സൊല്യൂഷൻ 1 ലിറ്റർ. ഇതിൽ നിന്ന് നമുക്ക് മാസ് ഓഫ് സോൾവെന്റ് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോള്യൂം ഓഫ് സൊല്യൂഷൻ. Therefore, mass of solution is density into volume 1.86 into 1000, 1860 എന്ന് കിട്ടും. ഇനി മാസ് ഓഫ് സൊല്യൂട്ട് എങ്ങനെയാണ്? 3 മോളാർ സൊല്യൂട്ട്. 3 മോൾ സൊല്യൂട്ട് ആണ്. അപ്പോൾ 3 ഇൻറ്റു മോളാർ മാസ് ചെയ്ത് കഴിഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂട്ടായി. അപ്പോൾ അത് 360 ഗ്രാം എന്ന് കിട്ടി. ഇത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? മാസ് ഓഫ് സോൾവെന്റ് ആയി. എത്ര കിട്ടും? 1500 ഗ്രാം എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 കിലോഗ്രാം എന്ന് കിട്ടി. Now what is the problem? Molality equal to mole per kilogram of solvent. 3 divided by 1.5 kilogram solvent. 2 molar എന്ന ആൻസർ കിട്ടി. റൈറ്റ്. ഇനി ഇത്രയും സ്റ്റീരിയോ ടൈപ്പ് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം. നോക്കൂ, നമ്മുടെ ക്ലാസ്സുകളിലൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ എല്ലാ ക്ലാസ്സും ഇപ്പം നമ്മുടെ എന്നല്ല, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും ശരി ഇത്തരം എന്താ പറയുക ഷോർട്ട് കട്ടുകൾ ഒക്കെ പഠിപ്പിക്കും. നോക്കൂ, ഇത് സോൾവ് ചെയ്യാൻ ഒരു ഫോർമുല അറിഞ്ഞിരുന്നാൽ കഴിഞ്ഞു, വേറൊന്നും ചെയ്യാനില്ല. നിങ്ങൾ പലരും പഠിച്ചിട്ടുണ്ടാവും, ഞാൻ ഓർമ്മിപ്പിക്കാം, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവാം. എന്താണ്? മൊളാലിറ്റി ഈക്വൽ ടു 1000 മൊളാരിറ്റി ബൈ 1000 ഡെൻസിറ്റി മൈനസ് മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ്. ഇങ്ങനെ ഒരു ഫോർമുല നിങ്ങളിൽ പലരും കണ്ടു കാണും. നമ്മുടെ കുട്ടികളെല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്, യാതൊരു സംശയവുമില്ല. കണ്ടിട്ടില്ലാത്തവർ പഠിച്ചു വയ്ക്കാം. അതുപോലെ തന്നെ ചിന്തിക്കുക. ഇങ്ങനത്തെ ധാരാളം ഷോർട്ട് കട്ട് ഫോർമുലകൾ നമ്മൾ ക്ലാസ്സുകളിലൂടെ പഠിച്ചിട്ടുണ്ടാവണം. ചിലവർ പഠിച്ച് മറന്നു പോകും. അത് ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. പഠിച്ചിട്ടില്ലെങ്കിൽ അത് പഠിക്കണം. നോക്കൂ, ഈ ഒരു ഒറ്റ ഫോർമുല ഓർത്തു വയ്ക്കാമെങ്കിൽ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാൻ കഴിഞ്ഞു. നേരെ സബ്സ്റ്റിറ്റ്യൂഷനാണ്. എന്താ ഫോർമുല? മൊളാലിറ്റി എവിടെയാണ് ചെയ്യേണ്ടത്? മൊളാരിറ്റി ഗിവൺ, ഡെൻസിറ്റി ഗിവൺ, മോളാർ മാസ് ഗിവൺ.
and you want to find out the molarity. What is the formula? 1000 molarity divided by 1000 density minus molarity into molar mass. ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത സ്റ്റെപ്സ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഓവറോൾ കൺക്ലൂഷൻ ആണ് ഈ ഫോർമുല. ഇത് ഓർത്തു വെച്ചാൽ മതി. ഇത്തരം ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ സ്ഥിരം കാണുന്ന ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരം കാണുന്ന പാറ്റേൺ ആണ്. അപ്പോൾ ആ സ്ഥിരം കാണുന്ന പാറ്റേൺ ചോദ്യം കണ്ട ഉടനെ നേരെ ഈ ഇക്വേഷനിൽ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞു. നോക്കടാ, 1000 ഇൻറ്റു മൊളാരിറ്റി 3 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഡെൻസിറ്റി 1.86 മൈനസ് മൊളാരിറ്റി 3 ഇൻറ്റു മോളാർ മാസ് 120. ഇത് തന്നെയാണ് നമ്മളിവിടെ ചെയ്തത്. എന്ത് കിട്ടും? 3000 ന്യൂമറേറ്ററിൽ ഡിവൈഡഡ് ബൈ 1860 മൈനസ് 3 ഇൻറ്റു 120 360. ദാറ്റ് ഈസ് 3000 ഡിവൈഡഡ് ബൈ ഇത് 1500 എന്ന് കിട്ടും, 2 എന്ന് കിട്ടും. കഴിഞ്ഞു. അപ്പൊ ഇവിടെ ഇത്രയും സ്റ്റെപ്സിലൂടെ നമ്മൾ സോൾവ് ചെയ്ത ഒരു സ്റ്റീരിയോ ടൈപ്പ് പ്രോബ്ലം നമ്മളൊരു ഫോർമുല ഓർത്ത് വെച്ച് ആ പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഈ ഒരു ചോദ്യമായിരിക്കില്ലല്ലോ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ചോദ്യമായിരിക്കില്ല. പക്ഷെ പാറ്റേൺ സെയിം ആയിരിക്കും. ഡാറ്റകൾ മാറും, സിറ്റുവേഷൻസ് ചിലപ്പോൾ അവർ മാറ്റും, പക്ഷെ ആ ചോദ്യത്തിന്റെ പ്ലാറ്റ്ഫോം സെയിം ആയിരിക്കും. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുക, അങ്ങനെ മനസ്സിലാക്കി തയ്യാറെടുക്കുക. അങ്ങനെ നിങ്ങളെ തയ്യാറെടുപ്പിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റം ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത്. അതിലേക്കാണ് ഞാൻ നിങ്ങളെ എല്ലാവരെയും നേരത്തെ സ്വാഗതം ചെയ്തത്. കേട്ടോ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. What is the mass of substance X required to prepare 250 ml 0.5 molar aqueous solution? Another very simple question. നോക്കടാ, മൊളാരിറ്റി തന്നിട്ടുണ്ട്, വോള്യൂം തന്നിട്ടുണ്ട്. ചോദ്യം, what is the mass of X required to prepare? Right? വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമല്ലേ. മൊളാരിറ്റി M ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ഇൻറ്റു വോള്യൂം ഓഫ് സൊല്യൂഷൻ ഇൻ മില്ലി ലിറ്റേഴ്സ്. അല്ലേ, അറിയാവുന്ന ഫോർമുലയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഫോർമുലയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഈക്വൽ ടു മൊളാരിറ്റി ഇൻറ്റു മോളാർ മാസ് ഇൻറ്റു വോള്യൂം ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ 1000. അല്ലേ, എത്രയാണ് മൊളാരിറ്റി? 0.5 എന്നാണ്. മോളാർ മാസ് എത്രയാണ്? 40 ആണ്. വോള്യൂം എത്രയാണ്? 250 ആണ്. ഡിവൈഡഡ് ബൈ 1000. റൈറ്റ്, കഴിഞ്ഞു. ഇത് 4 കിട്ടും, ഇത് 10 ആയി. 10 ഇൻറ്റു 0.5 എന്ന് കിട്ടും. അല്ലേ, 5 എന്ന ആൻസർ കിട്ടി. കഴിഞ്ഞു. 5 ഗ്രാം. റൈറ്റ്, ഇപ്പൊ മൊളാരിറ്റിക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമുല, അതിനകത്ത് ഒരാളെ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. വേറെ അതിനകത്ത് ഒന്നുമില്ല. വളരെ ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അല്ലേ, അപ്പോൾ ബിലോ മോഡറേറ്റ് ലെവലിൽ വരുന്ന വളരെ സിമ്പിളായിട്ടൊരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് കണ്ടിട്ടുള്ളതും. ഈ ചോദ്യങ്ങളെ പേടിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല. കേട്ടോ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. റൈറ്റ്, നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം. How many moles of methane are required to produce 11 gram carbon dioxide after combustion? നോക്കൂ, സ്റ്റോഷിയോമെട്രിയുടെ എത്ര ലളിതമായിട്ടുള്ള ചോദ്യമാണെന്ന് നോക്കൂ. What is the reaction? We are talking about combustion of methane. അല്ലേ, so it is CH4 plus O2 giving CO2 plus 2H2O. ഇത് ഗ്യാസ്, ഇത് ലിക്വിഡ്. അതിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. റൈറ്റ്, അപ്പോൾ രണ്ട് ഓക്സിജൻ. ശരിയല്ലേ? ദാറ്റ് ഈസ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. കമ്പസ്റ്റൻ ഓഫ് മീത്തേൻ എല്ലാവർക്കും എഴുതാൻ അറിയുന്നതാണ്. റൈറ്റ്, സോ മീത്തേൻ അണ്ടർഗോയിങ് കമ്പസ്റ്റൻ. എന്താ നമ്മുടെ ചോദ്യം? ഹൗ മെനി മോൾസ് ഓഫ് മീത്തേൻ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 11 gram കാർബൺ ഡൈ ഓക്സൈഡ് ആഫ്റ്റർ കമ്പസ്റ്റൻ എന്നാണ് ചോദ്യം. നോക്കടാ, 1 mole methane you get 1 mole carbon dioxide. 1 mole methane you will get 1 mole carbon dioxide. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് 44 gram ആണ്. അപ്പോൾ 44 gram കിട്ടാൻ 1 mole വേണം. റൈറ്റ്,
അങ്ങനെയാണെങ്കിൽ 11 ഗ്രാം കിട്ടാൻ എത്ര വേണമെന്നാണ് ചോദ്യം. 44 ഗ്രാമിന് 1 മോൾ വേണം എങ്കിൽ 11 ഗ്രാമിന് എത്ര മോൾ വേണം എന്നാണ് ചോദ്യം. ഇതിന്റെ ബൈ 4 അല്ലേ ഇത്. 44/4 ആണ് 11 എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ബൈ 4 വരും. സോ ദി ആൻസർ ഈസ് 1/4. ഏതാണ്? 0.25 ഈസ് ദ കറക്റ്റ് ആൻസർ എന്ന് കിട്ടും. 0.25 ഈസ് ദ കറക്റ്റ് ആൻസർ. ലളിതമായിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? റൈറ്റ്. അപ്പോൾ 1 മോൾ മീഥെയിൻ വിൽ ഗിവ് യു 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 ഗ്രാം. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ലഭിക്കാൻ 1 മോൾ മീഥെയിൻ വേണം എങ്കിൽ 11 ഗ്രാം ലഭിക്കാൻ എത്ര വേണം എന്നാണ് ചോദ്യം. ഇതിന്റെ ബൈ 4 ആണ് ഇത്. അപ്പോൾ ഇതിന്റെ ബൈ 4 ആയിരിക്കും ഉത്തരം. സോ ഇറ്റ് ഈസ് 1/4. റൈറ്റ്. 0.25 ഈസ് ദി ആൻസർ. അടുത്ത ചോദ്യം നോക്കൂ. 4ാമത്തെ ചോദ്യം. 10 gram of calcium carbonate which is only 90% pure is treated with excess hydrochloric acid. What is the mass of CO2 gas liberated? ഇത്തരം ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ചിലവർക്ക് ഒരു പരിഭ്രമമൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ പ്യൂരിറ്റി ബേസ്ഡ് ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒരു പരിഭ്രമം ചിലരൊക്കെ കാണിക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നോക്ക്, കാൽസ്യം കാർബണേറ്റ് വേഴ്സസ് HCl ആണ് കേട്ടോ. സോ ഇറ്റ് ഈസ് CaCO3 പ്ലസ് 2HCl. യു ഗെറ്റ് CaCl2 പ്ലസ് H2O പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. ഒന്ന് മനസ്സിരുത്തി കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഒക്കെ സുഖമായിട്ട് എഴുതാൻ എല്ലാവർക്കും സാധിക്കും, ഉറപ്പാണ്. അപ്പോൾ കാൽസ്യം കാർബണേറ്റ് ന്യൂട്രലൈസ്ഡ് ബൈ HCl. So CaCO3 reacting with 2 mole HCl, you get CaCl2 plus H2O plus CO2. Okay. എന്താ ചോദ്യം? 10 gram calcium carbonate. 10 gram calcium carbonate only 90% pure treated with excess hydrochloric acid. Mass of carbon dioxide gas liberated എന്നാണ് ചോദ്യം. നോക്കൂ മക്കളെ, 1 mole calcium carbonate will give you 1 mole carbon dioxide. 1 mole calcium carbonate will give you 1 mole carbon dioxide. 1 mole carbon dioxide എന്ന് വെച്ച് കഴിഞ്ഞാൽ 44 gram. എല്ലാവർക്കും അറിയാം 1 mole carbon dioxide. റൈറ്റ്. ഇനി 1 mole calcium carbonate എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 gram. അറിയാമോ? അറിയണം. കാൽസ്യത്തിന്റെ മാസ് 40, കാർബൺ 12, ഓക്സിജൻ 16 × 3 48, 12 40, 100 എന്ന് കിട്ടും. സോ 1 മോൾ കാൽസ്യം കാർബണേറ്റ് മോളാർ മാസ് 100 ആണ്. എങ്ങനെ 100 ആയി? കാൽസ്യത്തിന്റെ 40 പ്ലസ് കാർബണിന്റെ 12 പ്ലസ് ഓക്സിജൻ 16 × 3 ചെയ്ത് കഴിഞ്ഞാൽ 100 എന്ന് കിട്ടും. സോ മോളാർ മാസ് ഓഫ് കാൽസ്യം കാർബണേറ്റ് 100 ആണ്. ഓക്കെ. സോ 100 gram will give you 44 gram. 100 gram will give you 44 gram. റൈറ്റ്. നമ്മൾ എടുത്തിരിക്കുന്നത് എത്രയാണ്? 10 gram 90% പ്യൂരിറ്റി ആണ്. 10 gram 90% പ്യൂരിറ്റി ആണ്. അപ്പൊ എത്ര ഗ്രാം ആയിടാം? 10 gram 90% പ്യൂരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 10 gram 9 ഗ്രാമേ ഉണ്ടാവുള്ളൂ. 10 ഗ്രാമിന്റെ 90% ആണ് പ്യൂരിറ്റി. അപ്പൊ 10% എന്താണ്? ഇംപ്യൂരിറ്റി ആണ്. അപ്പൊ അത് മാറ്റി നിർത്തുക. അപ്പൊ 10 ഗ്രാം എടുത്തു, അതിന്റെ പ്യൂരിറ്റി 90%. 10 ഗ്രാമിന്റെ 90% എത്രയാ? 10 ഗ്രാമിന്റെ 90% എത്രയാ? 9 ഗ്രാം. അപ്പൊ 9 ഗ്രാം കാൽസ്യം കാർബണേറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ നോക്കൂ, 100 ഗ്രാം എടുക്കുമ്പോൾ ഇത്രയും കിട്ടും എങ്കിൽ 9 ഗ്രാം എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 9 × 44 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? 9 × 44 ഡിവൈഡഡ് ബൈ 100. ഏതാ ആൻസർ വരിക? 94 36 39 396/100 അല്ലേ? അപ്പൊ 3.96 എന്ന് കിട്ടും. 3.96 ഓപ്ഷൻ 2 വിൽ ബി ദ കറക്റ്റ് ആൻസർ. റൈറ്റ്. അപ്പൊ ഈ ഒരു ചോദ്യം കാണുമ്പോൾ പലപ്പോഴും പലർക്കും ഈ പ്യൂരിറ്റി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഒരു ചെറിയ പരിഭ്രമം ഉണ്ടാവാറുണ്ട്. പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ആ ചോദ്യങ്ങൾ ഒരു 5-6 എടുത്ത് പ്രാക്ടീസ് ചെയ്യുക, അത്രേ ഉള്ളൂ.
ഒന്ന് രണ്ടെണ്ണം തെറ്റും, ബാക്കിയൊക്കെ ശരിയാവും. ആ തെറ്റിയത് വീണ്ടും ചെയ്യുക, വീണ്ടും കിട്ടും, ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ പറയാം, എല്ലാവരും ശ്രദ്ധിച്ചോളാം. 1 mole calcium carbonate will give you 1 mole carbon dioxide. 1 mole calcium carbonate എന്ന് വെച്ചാൽ 100 gram will give you 1 mole carbon dioxide 44 gram. എടുത്തിരിക്കുന്നത് എത്രയാണ്? 10 gram 90% പ്യൂരിറ്റി. അപ്പോൾ 90% പ്യൂരിറ്റി ഉള്ള 10 gram എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ഗ്രാമിന്റെ 90% എടുത്താൽ മതി. 10 × 90/100, 10 × 90/100, 9 gram എടുത്താൽ മതി. അപ്പോൾ 9 gram എടുത്താൽ എത്ര മാസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന ചോദ്യം. 9 × 44/100 ചെയ്യുമ്പോൾ 396/100, 3.96 എന്ന ഉത്തരത്തിലേക്ക് ലാൻഡ് ചെയ്യും. ഓക്കെ, സഫിഷ്യൻറ്റ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതൊന്നും തെറ്റാൻ പോകുന്നില്ല, എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് മോളാർ മാസ് എന്നാണ് ചോദ്യം. നോക്കൂ, എഗെയിൻ ലളിതമായിട്ടുള്ള ചോദ്യമാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ഹയസ്റ്റ് മോളാർ മാസ് എന്നാണ് ചോദ്യം. അതിൽ തന്നെ എല്ലാം നൈട്രേറ്റ് ആണ്. ശ്രദ്ധിച്ചോ, സിൽവർ നൈട്രേറ്റ് എന്ന് വെച്ചാൽ AgNO3, ലെഡ് നൈട്രേറ്റ് PbNO3, അമോണിയം നൈട്രേറ്റ് NH4NO3, സോഡിയം നൈട്രേറ്റ് NaNO3, പൊട്ടാഷ്യം നൈട്രേറ്റ് KNO3. എല്ലാറ്റിലും നൈട്രേറ്റ് എന്ന് പറയുന്ന ഭാഗം കോമൺ ആണ്. നോക്ക്, നൈട്രേറ്റ് എന്ന് പറയുന്ന ഭാഗം കോമൺ ആണ്. അപ്പോൾ മോളാർ മാസ് ഹയ്യസ്റ്റ് ആരാണെന്ന് അറിയാൻ ഈ ഭാഗം നോക്കിയാൽ പോരെ. ഹയ്യസ്റ്റ് മോളാർ മാസ് ആരാണെന്ന് അറിയാൻ ഹയ്യസ്റ്റ് മാസ് വരുന്ന ആ പാർട്ട് നോക്കിയാൽ മതി. സിൽവർ ആണെങ്കിൽ 108 ആണ്, ലെഡ് ആണെന്നുണ്ടെങ്കിൽ 208 ആണ്. കാരണം ഈ പാർട്ടിന്റെ മാസ് സെയിം ആയിരിക്കൂടാ. അപ്പൊ ബാക്കി നോക്കുക. അമോണിയം വരുന്നത് 14, 4, 18 ആണ്. സോഡിയം വരുന്നത് 23 ആണ്. പൊട്ടാഷ്യം വരുന്നത് 39 ആണ്. സോ ദർ ഈസ് അബ്സല്യൂട്ട്ലി നോ കൺഫ്യൂഷൻ. ഇറ്റ്സ് ഗോയിങ് ടു ബി ലെഡ് നൈട്രേറ്റ് അല്ലെ. ലെഡ് നൈട്രേറ്റ് ഓപ്ഷൻ 2 ഈസ് അവർ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 2 വിൽ ബി അവർ കറക്റ്റ് ആൻസർ. ശരിയല്ലേ അല്ലേ? യെസ്. അപ്പോൾ മോളാർ മാസ്, ഹയ്യസ്റ്റ് മോളാർ മാസ് ആര് എന്ന ഒരു ചോദ്യം ചോദിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ എലിമെന്ററി ക്വസ്റ്റ്യൻ. പക്ഷേ വലിയ ചോദ്യങ്ങളൊക്കെ ചെയ്യുന്ന മിടുക്കന്മാർ പലരും ഈ എലിമെന്ററി ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ തെറ്റിക്കാറുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു വിഷയമാണ്. അവിടെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഒരു കൺസിസ്റ്റൻസി, നമ്മുടെ ഒരു ശ്രദ്ധ, എത്രമാത്രം നമ്മൾ കോമ്പറ്റേറ്റീവ്ലി ഒരു എക്സാം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. ഒരു ഓവർ കോൺഫിഡൻസ് ചിലപ്പോൾ ചിലർക്കൊക്കെ ഒരു പണി ആവാറുണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കും ചിലപ്പോൾ. നമ്മൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞു 6 ചോദ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ആവറേജ് നമുക്ക് സാധാരണ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സം ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് ഒരു ചോദ്യം തന്നെയാണ് പ്രതീക്ഷിക്കാൻ വകുപ്പുള്ളത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 149 gram KCl dissolved in 10 liter aqua solution. Molarity of the solution is. എന്താ മൊളാരിറ്റി എന്ന് പറയുന്നത്? മൊളാരിറ്റി ഈക്വൽ ടു മോൾ പെർ ലിറ്റർ ആണ്. മോൾസ് എത്രയടാ? 149 gram KCl. So it is 149 mass by molar mass 74.5 divided by volume in liter 10 liters. ഇത് കണ്ടാൽ തന്നെ അറിയാലോ എന്ത്, ഇത് 2 ആണ്. സോ 2/10 ഇറ്റ് ഈസ് 0.2 മോളാർ. 0.2 മോളാർ. ഫോർത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ മൊളാരിറ്റിയുടെ ചോദ്യം, നേരത്തെ ഈ മൊളാരിറ്റിയുടെ ഒരു ചോദ്യം നമ്മൾ കാണുകയുണ്ടായി. മൊളാരിറ്റിയുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ കാണുകയുണ്ടായി. ആ ഒരു സീക്വൻസിൽ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പരീക്ഷകൾക്ക് വരുന്ന ചോദ്യങ്ങൾ, ഏത് പരീക്ഷയാണെന്നെങ്കിലും ശരി. ഇത് ഈ വരുന്ന ഏരിയ, ഏത് ഏരിയ ആണ് വരുന്നത് എന്ന് വെച്ചിട്ട് മറ്റ് ഏരിയകൾ ഒഴിവാക്കുക എന്നുള്ളതല്ല. അങ്ങനെയല്ല. നമ്മുടെ ശ്രദ്ധ എത്രമാത്രം ഓരോ ചാപ്റ്ററിലും ഏതൊക്കെ ഭാഗത്ത് നമ്മൾ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിൽ ഏത് ഭാഗം നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല, അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ചാപ്റ്ററിൽ ഏതൊരു ഭാഗം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഏതൊരു ഭാഗം ഒട്ടും ഒഴിവാക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ചിന്തിച്ച്
പ്രൊഡക്റ്റീവായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ആ ചാപ്റ്ററിൽ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഇതൊരു എന്താ പറയുക റിപ്പറ്റേറ്റീവ് എക്സാമ്പിൾ തന്നെയാണ്. മൊളാരിറ്റി ഈക്വൽ ടു വൺസ് അഗെയിൻ ശ്രദ്ധിക്കുക, മൊളാരിറ്റി ഈക്വൽ ടു മോൾ പെർ ലിറ്റർ എന്നാണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാലോ, മാസ് ബൈ മോളാർ മാസ് ആണ്. മാസ് എത്രയാണ്? 149 ഗ്രാം. മോളാർ മാസ് എത്രയാണ്? 74. കണ്ടാൽ തന്നെ അറിയാം ഇതിന്റെ ഡബിൾ ആണ് ഈ വരുന്നത്. സോ ഇറ്റ് ഈസ് 2 ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ്? 10 ലിറ്റർ. 2/10 0.2 മോളാർ. ഓപ്ഷൻ 4 എന്ന് ലഭിക്കും. അപ്പോൾ ഈ ഒന്നാമത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ചാപ്റ്ററിൽ, ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഈ കഴിഞ്ഞ 2025 കീം എക്സാമിന് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പരിചയപ്പെട്ടത്. വീണ്ടും ഇതുപോലെ ഓരോ ചാപ്റ്ററുമായിട്ട് ഓരോ വീഡിയോസിലൂടെ നമുക്ക് കാണാം. എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, നല്ല മിടുക്കന്മാരായിട്ട് മിടുക്കികളായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. എൻജോയ് ആൻഡ് സ്റ്റഡി. ഓക്കെ, ബൈ, സീ യു, ടേക്ക് കെയർ.